Hi dudes, ടെക്കിൻ്റെ പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും ഒരിക്കൽ സ്വാഗതം. നമ്മളപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് Redmi Note 10 Pro Maxൻ്റെ അൺബോക്സിംഗ് ആൻഡ് റിവ്യൂ വീഡിയോ ആണ്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ടെക്നിക്കൽ യൂട്യൂബ് ചാനലാണ്. ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പൊട്ട് സമയം ലെറ്റ്സ് ഡു ഇറ്റ്. ഇപ്പോൾ ഇതാണ് Redmi Note 10 Pro Maxൻ്റെ ബോക്സ് വരുന്നത്. നല്ല അടിപൊളി ബോക്സാണ്. ബാക്ക് സൈഡിലേക്ക് വരുമ്പോൾ 120 മെഗാപിക്സൽ ക്യാമറ, 120 ഹെർട്സ് റിഫ്രഷ് റേറ്റ് വരുന്നുണ്ട്, AMOLED ഡിസ്പ്ലേ, അതുപോലെ Qualcomm Snapdragon 732Gയുടെ പ്രൊസസ്സറാണ്, 5000 mAh ബാറ്ററി. നമ്മൾ എടുത്തിരിക്കുന്ന കളർ വിൻറ്റേജ് ബ്രൗൺസ് ആണ്. 6GB 128GB ആണ് വേരിയൻ്റ് എടുത്തിരിക്കുന്നത്, മെയ്ഡ് ഇൻ ഇന്ത്യ. ഇത്രയും കേസസിൻ്റെ ബോക്സിൽ ചെയ്തിരിക്കുന്നത്. ബോക്സ് ഓപ്പൺ ചെയ്ത് നോക്കാം. ബോക്സിൽ വരുന്നത് ആയതിനെ ചാർജറാണ്. നമുക്ക് ചാർജർ നോക്കാം. 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് ആണ് കിട്ടുന്നത്. അതുപോലെ തന്നെ സിം ഇജക്ഷൻ ടൂൾ കിട്ടുന്നുണ്ട്, പേപ്പർ വർക്ക് കിട്ടുന്നുണ്ട്, USB Type-C കേബിളാണ് വരുന്നത്, ഓറഞ്ച് കളറാണ് വരുന്നത്. ഇതാണ് നമ്മുടെ ഫോണിൻ്റെ കവർ വരുന്നത്. ഒരു ട്രാൻസ്പാരൻറ്റ് പറയാൻ പറ്റില്ല, ചെറിയ ഡിഫറൻസ് വരുന്നുണ്ട്. ഓക്കെ, നമുക്ക് അതിൻ്റെ ക്വാളിറ്റി നോക്കാം. ഇതാണ് നമ്മുടെ ഫോൺ Redmi Note 10 Pro Max. നമുക്ക് എന്തായാലും ജസ്റ്റ് ഈ പ്ലാസ്റ്റിക് റാപ്പൊക്കെ റിമൂവ് ചെയ്യാം. യെസ്, ഇതാണ് നമ്മുടെ ഫോൺ വരുന്നത്. നല്ലൊരു സ്റ്റൈൽ ലുക്കിൽ തന്നെയാണ് വരുന്നത്. നമുക്ക് എന്തായാലും ഈ കവറൊക്കെ ഇട്ട് നോക്കാൻ വേണ്ടുന്നത്. കൂടെ കിട്ടുന്ന TPU കേസ് നല്ലൊരു ക്വാളിറ്റിയുള്ള TPU കേസാണ്. ക്യാമറ ബമ്പൊക്കെ നല്ല രീതിയിൽ തന്നെ കവർ ചെയ്ത് പോകുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ അടിയിലൊരു ഫ്ലാപ്പ് വരുന്നുണ്ട്. ഓക്കെ, ജസ്റ്റ് കേസ് ബാക്കിയുള്ള കേസ് വരുമ്പോൾ എഡ്ജസൊക്കെ നല്ലോണം കവേർഡാണ്. നല്ലൊരു TPU കേസ് തന്നെയാണ് കൂടെ കിട്ടുന്നത്. ഫോണിന് എന്തായാലും ഫസ്റ്റ് ലുക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ലൊരു ഡിസൈൻ തന്നെയാണ് കേട്ടോ Redmi Note 10 Pro Maxൽ വരുന്നത്. ഓക്കെ, നല്ല സ്റ്റൈലാണ്. ഫിംഗർ പ്രിൻ്റ് ഒന്നും ക്യാച്ച് ചെയ്യണില്ല, ഭയങ്കര സ്മൂത്തായിട്ടാണ് ബാക്ക് സൈഡ് വരുന്നത്. പ്ലാസ്റ്റിക്കാണ്. ക്യാമറയുടെ സൈഡിൽ നിന്നൊക്കെ നല്ലൊരു ഡിസൈനാണ് വരുന്നത് Note 10 Pro Maxൽ. നമുക്ക് പിന്നെ നോക്കുകയാണെങ്കിൽ എന്തായാലും കവർ ഇട്ടിട്ടാണ് യൂസ് ചെയ്യുന്നത്, കാരണം നല്ലോണം സ്മൂത്താണ്, വഴുക്കി പോകും കയ്യിൽ നിന്ന്. പിന്നെ ഹാൻഡ് ഫീൽ എക്സ്പീരിയൻസ് അടിപൊളിയാണ്. നല്ലൊരു ഹാൻഡ് ഫീൽ തന്നെ Redmi Note 10 Pro Max നമുക്ക് തരുന്നുണ്ട്. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഇത് വെയിറ്റ് നമുക്ക് അത്ര ഫീൽ ചെയ്യണില്ല. 193 grams വെയിറ്റ് വരുന്നുണ്ട്. എന്നാലും വെയിറ്റ് നല്ലോണം നമുക്ക് ഫീൽ ചെയ്യാതെ നല്ല രീതിയിൽ വെയിറ്റ് ബാലൻസിങ് ഒക്കെ ചെയ്തിട്ടുണ്ട്. 8.1 mm ഒരു തിക്നെസ്സാണ് വരുന്നത്. അതുപോലെ IP53യുടെ സ്പ്ലാഷ് പ്രൂഫ് വരുന്നുണ്ട്. ഒരു വിൻറ്റേജ് ബ്രൗൺസ് കളറാണ് നമ്മുടെ കയ്യിലിരിക്കുന്നത് കേട്ടോ. പോർട്സ് വരുമ്പോൾ 3.5 mm ഹെഡ് ജാക്ക് ടോപ്പിലാണ് വരുന്നത്. അതുപോലെ ഒരു സ്പീക്കർ വരുന്നുണ്ട്. IR ബ്ലാസ്റ്ററും നോയ്സ് ക്യാൻസലിംഗ് മൈക്രോഫോണാണ് വരുന്നത് ടോപ്പ് സൈഡിൽ. ലെഫ്റ്റ് സൈഡിൽ വരാണെങ്കിൽ നമുക്ക് സിം ട്രേ ആണ് വരുന്നത്. നമുക്ക് സിം ട്രേ ജസ്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കാം. സിം ട്രേ 2 നാനോ സിം, അതുപോലെ തന്നെ നമുക്ക് SD കാർഡ് ഇടാൻ പറ്റും. ഓക്കെ, ഗുഡ്. അപ്പോൾ നമുക്കതിൽ ഒരു പ്രശ്നം വരുന്നില്ല. ബാക്ക് സൈഡിൽ നമുക്ക് വരുമ്പോൾ സ്പീക്കർ വരുന്നുണ്ട്. അതുപോലെ Type-C നോയ്സ് ക്യാൻസലിംഗ് മൈക്രോഫോൺ വരുന്നുണ്ട്. റൈറ്റ് സൈഡിൽ നമുക്ക് വരുമ്പോൾ വോളിയം റോക്കേഷൻ, അതുപോലെ തന്നെ ഫിംഗർ പ്രിൻറ്റ് വിത്ത് പവർ ബട്ടണാണ് വരുന്നത്. നമുക്കിനി ഡിസ്പ്ലേ നോക്കാം. 6.67 ഇഞ്ചിൻ്റെ ഒരു വലിയ ഡിസ്പ്ലേ തന്നെയാണ് വരുന്നത്. AMOLED ഡിസ്പ്ലേ ആണ്. 120 ഹെർട്സിൻ്റെ ഒരു റിഫ്രഷ് റേറ്റ് വരുന്നുണ്ട്. HDR10 സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. Gorilla Glass 5 ആണ് പ്രൊട്ടക്ഷൻ വരുന്നത്. ഒരു ഡീസൻറ്റ് ഡിസ്പ്ലേ ആണ്. ഒരു പഞ്ച് ഹോളും കൂടി വരുന്നുണ്ട് സെൻറ്ററിൽ. നല്ലൊരു ബ്രൈറ്റ് ഡിസ്പ്ലേ. ക്വാളിറ്റി ഡേയ്സിലൊന്നും ഒട്ടും കോംപ്രമൈസ് ചെയ്തിട്ടില്ല ഡിസ്പ്ലേ ഡേയ്സിൽ. 3 ടൈപ്പ് ഓഫ് വേരിയൻസ് ആണ് നമ്മുടെ Note 10 Pro Maxൽ വരുന്നത്. 6GB 64GB വേരിയൻറ്റ്, 6GB 128GB വേരിയൻറ്റ്, 8GB 128GB വേരിയൻറ്റ്. LPDDR4 ആണ് റാം ടൈപ്പ് വരുന്നത്. നമുക്കിനി ഇതിൻ്റെ പെർഫോമൻസ് ആയിട്ട് നോക്കാം. Snapdragon 732G ആണ് പ്രൊസസ്സർ വരുന്നത്. നമുക്ക് 2.3 GHz മാക്സിമം ക്ലോക്ക് സ്പീഡ് വരുന്നത്. Android 11 ലേറ്റസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്. സെക്യൂരിറ്റി പാച്ച് ലെവൽ വരുന്നത് ഒരിലാണ് അപ്ഡേറ്റ് ആയിരിക്കുന്നത്. MIUI 12.5.2 ആണ് വരുന്നത്. 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് സെറ്റിംഗ്സിൽ പോയിട്ട് ചേഞ്ച് ചെയ്താലേ പറ്റുള്ളൂ യൂസ് ചെയ്യാനായിട്ട്. ഇതിൽ FM റേഡിയോ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വൈഡ് വൈ L1 സപ്പോർട്ട് വരുന്നുണ്ട്. നമുക്ക് ഇതിൻ്റെ ഷെയർ വാല്യൂ ജസ്റ്റ് നോക്കാം. ഷെയർ വാല്യൂസ് ഒക്കെ വിത്തിൻ ദ ലിമിറ്റാണ്. Note 10 Pro Maxൻ്റെ ഇതിൽ പ്രീ ഇൻസ്റ്റാൾഡ് ആപ്പായിട്ട് വരുന്ന നെറ്റ്ഫ്ലിക്സും അതുപോലെ തന്നെ Amazon, Facebook, പ്രൈം വീഡിയോസൊക്കെ ആയിട്ട് വരുന്നുണ്ട്. ഓഡ്വേഴ്സ് ആപ്സ് ഒക്കെ വരുന്നുണ്ട്. നമുക്കിനി ഫേസ് അൺലോക്കും ഫിംഗർ പ്രിൻറ്റ് നമുക്ക് ഇങ്ങനെ വർക്ക് ചെയ്യണം നോക്കാം. ഫാസ്റ്റാണ്, ഇഷ്യൂസ് ഒന്നുമില്ല. ഫിംഗർ പ്രിൻറ്റ് കേസിൽ ഫാസ്റ്റാണ്, വേറെ ഇഷ്യൂസ് ഒന്നും വരുന്നില്ല. നമുക്ക് ഫേസ് അൺലോക്ക് നോക്കാം. ഫേസ് അൺലോക്കിൻ്റെ കേസിൽ വേറെ ഇഷ്യൂസ് ഒന്നും വരുന്നില്ല. അപ്പോൾ ഫിംഗർ ആൻഡ് ഫേസ് ഒക്കെ പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഫ്രണ്ടിൽ വരുന്ന പഞ്ച് ഹോൾ ക്യാമറ 60 മെഗാപിക്സൽ ക്യാമറയാണ്. ബാക്ക് സൈഡിലേക്ക് വരുമ്പോൾ മെയിൻ ക്യാമറ വരുന്നത് 108 മെഗാപിക്സലിൻ്റെ മെയിൻ ക്യാമറയാണ് വരുന്നത്. പിന്നെ 8 മെഗാപിക്സൽ, 5 മെഗാപിക്സൽ ക്യാമറ ആൻഡ് 2 മെഗാപിക്സൽ ക്യാമറ, അങ്ങനെ ഒരു കോഡ് ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. ഇവിടെ ഒരു LED ഫ്ലാഷ് വരുന്നുണ്ട്, ഒരു റെഡ് ലൈറ്റും വരുന്നുണ്ട്. ഇത്രയും കേസസാണ് ക്യാമറയുടെ കേസിൽ വരുന്നത്. 4K 30 FPS വരെ ഷൂട്ട് ചെയ്യാം. അതുപോലെ തന്നെ 1080p 60 FPS വരെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. മാക്സിമം ഷൂട്ട് ചെയ്യാൻ പറ്റുന്നത്. ഹായ് ഓൾ, അപ്പോൾ നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് Redmi Note 10 Pro Maxൻ്റെ ഫ്രണ്ട് ക്യാമറ സെറ്റാണ്.
നമ്മുടെ ഫേസൊക്കെ നോക്കുമ്പോൾ ഭയങ്കര നാച്ചുറാലിറ്റി തോന്നും. ഭയങ്കരമായിട്ട് കളർ ബൂസ്റ്റ് ചെയ്ത് നിൽക്കണമെന്നില്ല. നാച്ചുറലായിട്ടുള്ളൊരു ക്യാമറ. ഭയങ്കരമായിട്ട് കളർ ട്യൂൺ ചെയ്ത് തരുന്നൊന്നുമില്ല. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഡീസൻറ്റ് ക്യാമറയാണ് ഫ്രണ്ട് ക്യാമറ വരുന്നത്. പക്ഷേ ബാക്ക് ക്യാമറ ഇതിന് നല്ലൊരു ഔട്ട്പുട്ട് തരുന്നുണ്ട്. ബാക്ക് ക്യാമറ വിഷ്വൽസ് ഒന്ന് നോക്കാം. ഓഡിയോ ക്വാളിറ്റി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നല്ലൊരു ഓഡിയോ ക്വാളിറ്റി തന്നെ വരുന്നുണ്ട് റെഡ്മി നോട്ട് 10 Pro Maxൽ. ഒരു സ്റ്റീരിയോ സ്പീക്കർ സെറ്റപ്പാണ്. അപ്പോൾ ഓഡിയോ ക്വാളിറ്റിയിൽ ഒന്നും വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. അപ്പോൾ റെഡ്മി നോട്ട് 10 Pro Maxൻ്റെ ഫസ്റ്റ് ഇംപ്രഷൻ ഞാൻ പറയാൻ പോകുന്നത്. സൗണ്ടിലൊക്കെ ചെറിയ ഡിസ്റ്റർബൻസ് ഉണ്ടാവും, സോറി ഫോർ ദാറ്റ്. റെഡ്മി നോട്ട് 10 Pro Maxൻ്റെ ഏറ്റവും ഹൈലൈറ്റഡ് പറയാനുള്ള ഇതിൻ്റെ ഡിസൈൻ തന്നെയാണ്. നല്ലൊരു ഡിസൈനാണ്. നല്ലൊരു ബിൽഡ് ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ പ്ലാസ്റ്റിക് ആണ്, എന്നാലും ബിൽഡ് ക്വാളിറ്റീസിൽ അത്ര കോംപ്രമൈസ് ഒന്നും ചെയ്തിട്ടില്ല. TPU കേസ് ഇട്ടിട്ടാണ് എപ്പോഴും യൂസ് ചെയ്യാൻ, കാരണം നല്ല സ്ലിപ്പിംഗ് ആണെന്ന് ഞാൻ പറഞ്ഞു. ഫോൺ നല്ലോണം സ്ലിപ്പ് ചെയ്യുന്നുണ്ട് കയ്യിൽ നിന്ന്. പിന്നത്തെ കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ വെയിറ്റാണ്. വെയിറ്റ് ബാലൻസ് ഒക്കെ പെർഫെക്റ്റ് ആണ്. ആ ഒരു കേസിലൊന്നും ഇഷ്യൂസ് ഒന്നും വരുന്നില്ല. ഞാനിതിൽ കണ്ട കൂടി ഇഷ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ MIUIയുടെ ചെറിയ ചെറിയ ബഗ്സും ലാഗോ ഐറ്റംസൊക്കെ വരുന്നുണ്ട്. UI കുറച്ചും കൂടി ഒന്ന് സ്റ്റെബിലൈസ്ഡ് ആവാനായിട്ടുണ്ട്. 2.5 ആയിട്ട് തുടങ്ങി ചെറിയൊരു സ്റ്റെബിലൈസേഷൻ കുറവ് വരുന്നുണ്ട്. എന്തായാലും അത് ഫീൽ ചെയ്യുന്നുണ്ട്. ചെറിയൊരു ലാഗ് ഇഷ്യൂസ് വരുന്നുണ്ട്. പിന്നെ ക്യാമറ സെഗ്മെൻറ്റ് നോക്കായാലും നല്ലൊരു ഔട്ട്പുട്ട് തന്നെ ക്യാമറ ഭാഗത്ത് നിന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.